ഹലോ മക്കളെ, വിഷുമായ ടീച്ചറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശേഷണങ്ങളെ കുറിച്ചാണ്. വ്യത്യസ്തമായ ശൈലി കൊണ്ടും എഴുത്തുകളുടെ വ്യത്യസ്തമായിട്ടുള്ള രീതി കൊണ്ടൊക്കെ മലയാളത്തിലുള്ള സാഹിത്യകാരന്മാരെ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ഓരോ വിശേഷണങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിശേഷണങ്ങളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ യൂസേജ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമാണത്. ഓക്കെ, അപ്പോൾ എന്താണ് മലയാളത്തിൻ്റെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്ന ആരാന്നറിയാമോ മക്കൾക്ക്? എസ്.കെ. പൊറ്റക്കാടാണ് കേട്ടോ. എസ്.കെ. പൊറ്റക്കാട് സഞ്ചാര സാഹിത്യകൃതികൾ, ഒരുപാട് സഞ്ചാര സാഹിത്യകൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. ബധിരകവി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോളാണ്. ശബ്ദസുന്ദരൻ എന്നുള്ള പേരിലും, അതേപോലെ കേരള വാത്മീകി, കേരള ടാഗോർ, കേരള ടെന്നീസണിലെ ശബ്ദസുന്ദരൻ, ആസ്ഥാന കവി എന്നുള്ള പേരിലൊക്കെ എന്താ അറിയപ്പെടുന്നുണ്ട്? വള്ളത്തോൾ അറിയപ്പെടുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ്. അതേപോലെ എന്താണ്, എൻ്റെ ഗുരുനാഥൻ എന്ന കവിത, ഗാന്ധിയെ കുറിച്ച് കവിത എഴുതിയിട്ടുള്ള ഒരുപാട് കവിതകൾ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കവിയാണ് ആര്? വള്ളത്തോൾ. ഇതൊക്കെ ചോദ്യരൂപങ്ങളാണ്. അപ്പൊ മലയാള പരീക്ഷകളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നാണ് തൂലികാനാമം, അതേപോലെ തന്നെ വിശേഷണങ്ങളും. അപ്പോൾ ടീച്ചർ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ മക്കളൊന്ന് കാണുക. ശബ്ദാഢ്യൻ അല്ലെ, ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ഋതുക്കളുടെ കവി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ചെറുശ്ശേരിയാണ് അല്ലെ. പിന്നെ എന്താണ്, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരിയാണ്. സരസകവി മൂലൂർ പത്മനാഭ പണിക്കരാണ്. സ്നേഹഗായകൻ എന്നുള്ള പേരിൽ ആരറിയപ്പെടുന്നു? കുമാരനാശാൻ അറിയപ്പെടുന്നു. മയ്യഴിയുടെ കഥാകാരൻ എന്നുള്ള പേരിൽ എം മുകുന്ദൻ അറിയപ്പെടുന്നു. ജനകീയ കവി അല്ലെ, കവിത ചാട്ടവാറാക്കിയ കവി എന്നുള്ള പേരിലൊക്കെ ആരറിയപ്പെടുന്നു? കുഞ്ചൻ നമ്പ്യാർ അറിയപ്പെടുന്നു അല്ലെ. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കേരള മോപ്പസാങ് എന്നുള്ള പേരിലും, അതേപോലെ കുട്ടനാടിന്റെ കഥാകാരൻ എന്നുള്ള പേരിലൊക്കെ ആരറിയപ്പെടുന്നു? നമ്മുടെ തകഴി അറിയപ്പെടുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതേപോലെ ടീച്ചർ എന്തും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, തൂലികാ നാമങ്ങളും ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടു നോക്കുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്.